ജപമാല ഭക്തിയിലും ദിവ്യകാരുണ്യത്തിലും വചനത്തിലും ഉപവാസത്തിലും തീക്ഷ്ണതയുള്ളവരാകുക. നരകത്തിലെ നക്ഷത്രം എൻ്റെ നക്ഷത്രങ്ങളുടെ മുദ്രയെ നശിപ്പിക്കാൻ ഓടി നടക്കുമ്പോൾ മക്കളെ, അന്ധകാരത്തിൽ ആണ്ടുപോയി നിങ്ങൾ വിശ്രമിക്കരുത്. സാത്താൻ തീക്ഷ്ണമതിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ കർത്താവിൻ്റെ മക്കൾ വിശ്രമിച്ച് സുഖനിദ്രയിൽ കഴിയരുത്. ഉണരണം, ഉണരേണ്ട സമയമായി. തെറ്റായ മൂല്യങ്ങൾ പകർന്നു വാങ്ങി കുതിരയേക്കാൾ വേഗത്തിൽ പായുന്ന യുവജനങ്ങളെ, സുബോധമുള്ളവരാകുക. ഹല്ലേലൂയ. യുവജന പ്രസ്ഥാനങ്ങളും യുവജനങ്ങൾക്ക് ബോധ്യങ്ങൾ കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ പലതിലും നന്മയാണോ, മൂല്യമുള്ള കാര്യങ്ങളാണോ പകർന്നു കിട്ടുന്നത്? അവർ കുതിരയേക്കാൾ വേഗത്തിലാണ് പായുന്നത് എന്നാണ് അവരുടെ ചിന്ത. പക്ഷേ കുതിരയ്ക്ക് കടിഞ്ഞാണിട്ടില്ലെങ്കിൽ അതെവിടെയെങ്കിലും പോയി പതിക്കും. യുവജനങ്ങളോട് കൂടെയാ പരിശുദ്ധ അമ്മ പറയുന്നേ. പൈതങ്ങളോടെന്ന പോലെ അമ്മ സംസാരിക്കുന്നു. യുവജനങ്ങളോട് അമ്മ പ്രത്യേകമായി പറയുന്നു, തെറ്റായ മൂല്യങ്ങൾ ബുദ്ധിയിൽ പകർന്നു വാങ്ങിയിട്ട്, മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന എല്ലാ എച്ചിലുകളും വാങ്ങിയിട്ട് നീ കുതിരയേക്കാൾ വേഗത്തിൽ പായുന്നു എന്ന് ചിന്തിക്കുന്ന യുവാവേ, യുവതി, നിനക്ക് തെറ്റി. നന്മയുടെ മൂല്യങ്ങൾ നിറയ്ക്കാൻ ദൈവം നിനക്ക് തന്നിട്ടുള്ള ബുദ്ധി, അറിവ്, കഴിവ്, ആലോചന എല്ലാം നന്മയുടെ മൂല്യങ്ങൾ കൊണ്ട് നിറച്ചിട്ട് ദൈവത്തിൻ്റെ വക്താവായിട്ട് ജീവിക്കുക കുഞ്ഞേ. നീ അതിൽ അഭിമാനിക്കണം, നീ അതിൽ ലജ്ജിക്കരുത്. കാരണം നിത്യരക്ഷ നിന്നിലൂടെ നിനക്കും ലോകത്തിനും കൈവരേണ്ടിയിരിക്കുന്നു. കണ്ണുനീരോടെ അവസാനം അമ്മ പറയാ, അവസാനം കണ്ണുനീരോടെ ഇത്രയും പറഞ്ഞ് അമ്മ കരഞ്ഞു. അവസാനം അമ്മ പറയാ, കണ്ണുനീരോടെ ഈ അമ്മ മനം നൊന്ത് പറയുന്നു. മനസ്സ് നോവുമ്പോഴാണ് അമ്മ കരയുന്നത്. അത്ഭുതം കാണുന്നവർക്ക് അത് മനസ്സിലാകില്ല അമ്മ എന്തിനാ കരയുന്നതെന്ന്. അമ്മ കരയുന്നത് മനസ്സ് നൊന്തിട്ടാണ്. അമ്മ പറയുന്നു, ലോകമക്കളെ, നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കുക. വിശുദ്ധിയിൽ 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 മാനസാന്തരപ്പെട്ട്, ഏതൊരു പാപിക്കും പരിശുദ്ധനും മാനസാന്തരം ആവശ്യമാണെന്ന് പറഞ്ഞ അമ്മ പറയാ, പാപി മാനസാന്തരപ്പെട് വിശുദ്ധിയിലേക്ക്. വിശുദ്ധ, നീയും മാനസാന്തരപ്പെട് ഉപരി വിശുദ്ധിയിലേക്ക്. വിശുദ്ധിയിൽ ജീവിക്കുക. മാനസാന്തരത്തിന്റെ അനുഭവത്തിലൂടെ കർത്താവിലേക്ക് മടങ്ങുക. ഓരോ നിമിഷത്തിലും മനസ്സിരുത്തി ഒന്ന് ധ്യാനിക്ക്. എവിടെയാണ് മാറ്റം വരേണ്ടത്? എൻ്റെ ചിന്തയിൽ, പ്രവൃത്തിയിൽ, തീരുമാനത്തിൽ, എല്ലാറ്റിലും ക്രിസ്തുവിൻ്റെ കുരിശ്. അമ്മ വലിയൊരു കാര്യം ചെയ്യാൻ പോകാട്ടോ. എല്ലാവരും കരങ്ങൾ കൂപ്പി ഹൃദയം തുറന്ന് ഈ സന്ദേശം കേൾക്കണമേ. ക്രിസ്തുവിൻ്റെ കുരിശ് പരിശുദ്ധാത്മശക്തിയാൽ എല്ലാ ഹൃദയങ്ങളിൽ നട്ടുവളർത്താൻ ഈ അമ്മയെ അനുവദിക്കുക. അമ്മ അത് ചെയ്യുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ കുരിശ്, ഭോഷത്വത്തിൻ്റെ എന്ന് ലോകം പറയുന്ന ക്രിസ്തുവിൻ്റെ രക്ഷയുടെ അടയാളമായ കുരിശ്, ക്രിസ്ത്യാനിയുടെ രക്ഷയുടെ അടയാളമായ കുരിശ്, അതിലെ സന്ദേശം സന്തോഷമാക്കി മാറ്റണമെന്ന് നമ്മോട് പറഞ്ഞ അമ്മ പറയാ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ആ കുരിശ്, എന്നെ ശ്രവിക്കുന്ന ദൈവ പൈതലേ, പരിശുദ്ധ അമ്മയുടെ കുഞ്ഞേ, നിന്റെ ഹൃദയത്തിൽ അമ്മ നാട്ടിയിരിക്കുന്നു. കാരണം നിനക്കതിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. ആ വഴി നീ സ്വീകരിക്കാൻ ശക്തി പകരാൻ അമ്മയുണ്ട് കൂടെ. അമ്മയെ നീ അനുവദിക്കണം. അവസാനത്തെ ഒരു ചെറിയ 2-3 സെന്റൻസുകൾ. കുഞ്ഞുങ്ങളെ, അമ്മയോട് പറഞ്ഞോ, എന്തോ അമ്മയെന്ന് ചോദിച്ചോ? കണ്ണുകളടയ്ക്കാം, നമുക്ക് കണ്ണുകളടയ്ക്കാം. കരങ്ങൾ കൂപ്പിയിട്ട് അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ചാരയിരിക്കുന്ന ഒരു പാവപ്പെട്ട മകനാണ്, മകളാണ് ഞാൻ എന്ന ബോധ്യത്തിൽ അമ്മയുടെ വിളി കേൾക്കാം. കുഞ്ഞുങ്ങളെ, ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, അപകടങ്ങളുടെ വക്കിൽ ജീവിക്കുന്ന നിങ്ങളോടൊപ്പം
ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരോടൊപ്പം, ഇവിടെ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളോടൊപ്പം യേശുവിൻ്റെ രക്ഷയുമായി ഈ അമ്മയുണ്ട്. ഹല്ലേലൂയ. പ്രകാശ സൂര്യനായ യേശു തൻ്റെ രക്ഷയുടെയും കരുണയുടെയും രശ്മികളെ പ്രതിബിംബിച്ചുകൊണ്ട് സദാ സദാ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മേ, അമ്മ പറഞ്ഞതെല്ലാം പറഞ്ഞു അമ്മേ. 51 സന്ദേശങ്ങൾ ഈ കൊച്ചു കേരളത്തിന് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവനും വേണ്ടിയാണെന്ന് അമ്മ പറഞ്ഞില്ലേ? അമ്മയുടെ മകൾക്കത് പറയാൻ സാധിച്ചു. അമ്മേ നന്ദി, സ്വർഗത്തിന് നന്ദി, ഈശോയ്ക്ക് നന്ദി, മറിയൗസേ പിതാവേ നന്ദി. ലോകം മുഴുവനും അന്ധകാരത്തിൽ ആണ്ടുപോകുമ്പോൾ വെളിച്ചത്തിൻ്റെ നുറുങ്ങുവെട്ടം പകർന്നു തരുന്ന പിളർക്കപ്പെട്ട ഹൃദയത്തിൻ്റെ ആഗ്രഹം സംഭവിക്കട്ടെ, സഫലമാകട്ടെ. ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ നിറഞ്ഞ വിശുദ്ധിയുടെ നിറവ് ലോകം മുഴുവനിലേക്കും ഒഴുക്കാൻ അമ്മ ഞങ്ങളെ സഹായിക്കണം. ഈ ഷെക്കേന TV-യിലൂടെ അമ്മയുടെ ദൗത്യത്തിനൊരു പൊൻതൂവല് ചാർത്താൻ അമ്മ അനുവദിച്ചതിന് നന്ദി. ഈ ഒരു മാധ്യമം മനുഷ്യൻ്റെ ബുദ്ധിയിലോ ചിന്തയിൽ നിന്ന് ഉടലെടുത്തതല്ല എന്ന് ഇതിനാൽ തന്നെ ലോകം തിരിച്ചറിയട്ടെ. ദൈവിക പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന, വെളിച്ചം പകരുന്ന, ശക്തി പകരുന്ന ശാലോം, ഗുഡ്നസ് സ്വദേശത്തും വിദേശത്തുമായിട്ടുമുള്ള എല്ലാ മാധ്യമങ്ങളും ഇനിയും തുടങ്ങാനിരിക്കുന്നതും പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളുടെ നിറവിൽ യേശുവിൻ്റെ കുരിശിൻ്റെ മുദ്രയാൽ അനുഗ്രഹീതമാകട്ടെ. ലോകം മുഴുവനും ദൈവസന്നിധിയിലേക്ക് കരങ്ങളുയർത്തി വിശുദ്ധമായ ചിന്തകളോടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെല്ലാം ലഭിക്കട്ടെ. വിലാപങ്ങളുടെ പുസ്തകം 4:30 പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് നമ്മെ തന്നെ സൂക്ഷ്മതയോടെ ഒന്ന് പരിശോധിക്കാം. നമ്മുടെ കരങ്ങളും ഹൃദയങ്ങളും ദൈവത്തിൻ്റെ, സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. ദൈവം പ്രവർത്തിക്കുന്നതും ദൈവം ആഗ്രഹിക്കുന്നതും ലോകത്ത് സംഭവിക്കാനായിട്ട് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട്, അമ്മയുടെ ഹൃദയത്തിലേക്ക് ചാരിക്കിടന്നുകൊണ്ട്, അമ്മയുടെ ഹൃദയത്തിലായിരിക്കുന്ന കർത്താവിൻ്റെ ഹൃദയസ്പന്ദനം സ്വീകരിച്ചുകൊണ്ട് ലോകം മുഴുവനും കത്തട്ടെ, ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ കത്തട്ടെ, എരിയട്ടെ, എരിയട്ടെ. ചാമ്പലാകേണ്ട എല്ലാ തിന്മകളും ചാമ്പലാകട്ടെ. എരിയപ്പെടേണ്ട ജീവിതങ്ങൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ എരിയട്ടെ, സഹനത്തിൽ എരിയട്ടെ, സഹിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. ദിവ്യകാരുണ്യ അധിഷ്ഠിതമായ ജീവിതം, ജപമാല, പ്രാർത്ഥന, വചനനുസരിച്ചുള്ള ജീവിതം, കുംഭസാരം, ഉപവാസം, 5 ആയുധങ്ങളിലൂടെ ദൈവീക മഹത്വത്തിലേക്ക് മനുഷ്യാത്മാക്കൾ പറന്നുയരട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.